നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബാങ്കൊലി മുഴങ്ങാത്ത, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കാത്ത ഒരു മദീനയെ കുറിച്ച്? കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു പിടച്ചിലാണല്ലേ. പക്ഷേ അങ്ങനെയൊരു ദിവസം മദീനക്കുണ്ടായിരുന്നു. പ്രണയനഗരമായ മദീന തീർത്തും നിശബ്ദമായ ഒരു ദിവസം. അത് ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ഇടപറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിന്റെ വേദനയാൽ മദീന മുഴുവൻ കരയുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് മദീനയുടെ ബാങ്ക് വിളിക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടം താങ്ങാനാവാതെ ആകെ തളർന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമായുള്ള ആദ്യ ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുകളിലേക്ക് കയറി. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ ആരംഭിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ തുടങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങി. അങ്ങനെ ബാങ്കിന്റെ അടുത്ത വരി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോഴേക്ക് അവിടുത്തെ ശബ്ദം നിലച്ചു പോയിരുന്നു. അവിടുന്ന് ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ്. പിന്നീട് അങ്ങോട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുക്കുകയാണ്. അതെ, ഈ ഹബീബില്ലാത്ത മദീനയിൽ, ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമില്ലാത്ത ഈ മദീനയിൽ ഇനി ബിലാൽ ബാങ്ക് വിളിക്കില്ല എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ബിലാലെ, എന്താണ് ഈ പിണക്കം? ഇനിയും എന്നെ ഒന്ന് കാണാൻ സമയമായിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടയുടനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ടിങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളെയും അവിടുത്തെ ശബ്ദങ്ങളെയും ആലോചിച്ചുകൊണ്ട് ഒരുപാട് നേരം കരഞ്ഞു. അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ജനങ്ങളെല്ലാം വലിയ ആഹ്ലാദത്തിലാണ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ബാങ്ക് വിളിച്ച ആ വലിയ മനുഷ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ അടുത്തേക്ക് കടന്നു വരുന്നത്. അവർ രണ്ടുപേരും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അല്ലയോ ബിലാൽ തങ്ങളെ, ഞങ്ങളുടെ ഉപ്പാപ്പയുടെ കാലത്ത് അങ്ങ് കൊടുത്ത ആ ബാങ്കൊലി ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആ ബാങ്കൊന്ന് മുഴക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ആ മദീന പടയുടെ മുകളിലേക്ക് കയറി. അങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷമുള്ള അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വരി അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനാവുകയാണ്. ഇതായിരുന്നു മദീന നിവാസികൾ കേട്ട അവസാനത്തെ ബാങ്കൊലി.